എന്ത് സ്പെഷ്യലാണ് ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്നത് ബിരിയാണി ഓർ മന്തിയാണ്. ബിരിയാണിയും മന്തിയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷൻ പാത്തുൻ്റെ ആയതുകൊണ്ട് അധികം ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. പാത്തുൻ്റെ മന്തിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. പാത്തുൻ്റെതായ സ്പെഷ്യൽ മസാലകൾ ചിക്കനിൽ തിരുമ്മി പിടിപ്പിച്ച് 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കും. ബട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. സാധനങ്ങൾ എത്തിയത് തന്നെ നട്ടപ്പാതിരായ്ക്കാണ്. പിള്ളേർക്ക് വിശന്നു തുടങ്ങും. അപ്പോൾ സമയത്തിന് അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവരൊരു ബഹളം തന്നെയായിരിക്കും. എൻ്റെ സിസ്റ്റർ ലാൻഡ് ചെയ്തതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ മന്തി പ്രിപ്പറേഷനൊക്കെ. കട്ടിങ് അവളുടെ പണിയായിരുന്നേ. ഞാൻ ഇവർ ചെയ്യുന്നതെല്ലാം നോക്കി കണ്ട് ചുറ്റിനും നടന്നു. കാരണം 4-5 പേരുടെ കൈയുടെ ആവശ്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നി. കാരണം പാത്തുവിൻ്റെ മസാല, പിന്നെ കട്ടിങ് അധികം ആവശ്യമൊന്നും ഇല്ലല്ലോ, കുറച്ച് സാധനങ്ങളുടെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ പാത്തുവിനെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. ആൾ ഫേസ് കാണിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ മസാല എല്ലാം സെറ്റാക്കി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ സെപ്പറേറ്റാണ് റൈസ് സെറ്റാക്കുന്നത്. എന്നിട്ട് ആ മസാലയിലേക്ക് റൈസ് സെറ്റായിട്ട് ദമ്മിടാനായിട്ട് വെക്കണം. പച്ചമുളകില്ലാത്തതുകൊണ്ട് സ്മോക്ക് മാത്രമേ ചെയ്തുള്ളൂ. സ്മോക്കിങ്ങിൻ്റെ പണിയൊക്കെ ചിഞ്ചുവാണ് ഏറ്റെടുത്തത്. ചിഞ്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററാണ് ഏറ്റെടുത്തത്. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം എല്ലാം കൂടെ കൂട്ടിയിളക്കി ഒരു അടാറ് മന്തി നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെ വലിയ പ്ലേറ്റിൽ കുട്ടികൾക്കും വലിയവർക്കുമായിട്ട് സെറ്റ് ചെയ്തിട്ട് അവസാനം നമ്മൾ കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.